ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 5 സെൻറ്റിൽ 1950 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീട് രാജു ഭാഗ്യലക്ഷ്മി ദമ്പതികളുടെ വീടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീടൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. ഒരു 3 സ്റ്റെപ്പ് കടന്നിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് കയറുന്നത്. ഇതിൻ്റെ ഫ്രണ്ടേജിൽ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുകയാണ്. 2 കാറ് കിടക്കുന്ന രീതിയിലുള്ള കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടുത്തെ ഫ്രണ്ടേജിൽ നല്ല മഴയായതുകൊണ്ടാണ് ആ പോർഷൻ ഞാൻ വ്യക്തമായിട്ട് കാണിക്കാത്തത്. 2 കാർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. നല്ല സ്പേസിൽ തന്നെയാണ് ഈ സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. അതായത് ലെങ്ത്തിലാണ്, പക്ഷേ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടിരിക്കാനായിട്ട്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ടൈൽസാണ്. ചെറിയ ഡിസൈൻ വരുന്ന വൈറ്റ് ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് പൂജാമുറി ഒരുക്കിയിട്ടുള്ളത്. മുകളിലൊക്കെ ചെറിയ LED ലൈറ്റ്സ് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറ്. ഈ ഡോറ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോർ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള് തന്നെയാണ്. നല്ല മനോഹരമായ സീലിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഹാളിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു വശത്തായിട്ട് ഡൈനിങ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഭിത്തിയോട് ചേർന്ന് തന്നെ TV യൂണിറ്റും റെഡിയാക്കിയിട്ടുണ്ട്. ബെസ്റ്റ് വുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ, നല്ല സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഹാളിൻ്റെ മറ്റൊരു എൻഡിലായിട്ട് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പിന് അടിയിലായിട്ടുള്ള പോർഷനിൽ ചെറിയൊരു കോർട്ട്യാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഹാളിൽ നിന്ന് തന്നെ 3 ഡോർസ് കാണാൻ കഴിയും. ഒന്ന് കിച്ചണിലോട്ട്, പിന്നെ 2 റൂമിലോട്ടാണ്. റൂമിലോട്ട് രണ്ടും സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഒരു റൂം. താഴെ 2 റൂമും മുകളിൽ 2 റൂം, ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു റൂമിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫോൾ സീലിങ്ങും അതേ കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ റൂമാണ്. ഇവിടെ 2 കൊച്ചു കുട്ടികളാണുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള റൂമാണ്. അപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ് നൽകുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തീമിലാണ് ഈ ഒരു റൂം റെഡിയാക്കിയിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ സൈസ് 12x12 ആണ് കേട്ടോ. കുറേ പേര് റൂമിൻ്റെയും കിച്ചൻ്റെയൊക്കെ സൈസ് ചോദിക്കാറുണ്ട്. ബാത്റൂമും ആ ഒരു തീമിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡോറ്, ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇനി നമുക്ക് നേരെ നെക്സ്റ്റ് റൂമിലോട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതും 12x12 അളവിൽ തന്നെയാണ് റൂം ചെയ്തിട്ടുള്ളത്.
3 ഡോർ കബോർഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഡോസ്, റൂമിൻ്റെ എല്ലാം ഡോസ് പ്ലാവിലാണ്, പ്ലാവിൻ്റെ തടി കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ തേക്കിൻ്റെ തടിയുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തതിൻ്റെ അടുത്തായിട്ട് തന്നെ വോളിൽ തന്നെയാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ നല്ല ഭംഗിയുള്ള ഷോ പീസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് നല്ല അട്രാക്റ്റീവാണ്. ഇതാണ് കിച്ചൻ്റെ ഡോറ്. കിച്ചൺ കാണുന്നതിന് മുമ്പ് നമുക്ക് മുകളിലൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടുത്തെ സ്റ്റെയർ കേസിൽ സ്റ്റീൽ പൈപ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിലോട്ട് നമ്മൾ മുകളിലോട്ട് കയറുന്ന ആ ഒരു വോൾസിലൊക്കെ ചെറിയ ഒരു ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല ഭംഗിയുള്ള ഷോ പീസസും വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോ പീസസൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് വളരെ ഭംഗിയാണ് കാണാനായിട്ട്. മുകളിലേക്ക് കയറുമ്പോൾ ഇങ്ങനൊരു ഹാളാണ് കാണാനായിട്ടുള്ളത്. നല്ല വിശാലമായിട്ടുള്ളൊരു ഹാള് തന്നെയാണ്. ഇതിൻ്റെ സൈഡ്സിലായിട്ടാണ് ഇവിടെ റൂം വരുന്നത്. താഴെ കണ്ടതുപോലെ സെയിം പാറ്റേണിലാണ് വരുന്നത്. അതുപോലെ ഇത് പുറത്തോട്ടുള്ളൊരു ഡോറാണ്. അപ്പോൾ നമുക്ക് താഴത്തെ പോലെ തന്നെ സെയിം പാറ്റേണിലാണ് ഇവിടുത്തെ റൂമും കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ എല്ലാ ബെഡ്റൂമിലും കബോർഡ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ സീലിംഗ് വളരെ സിമ്പിളായിട്ട് ചെറിയ LED ലൈറ്റ്സ് മാത്രം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വോൾസിലെ കളർ കോമ്പിനേഷനൊക്കെ വളരെ അട്രാക്റ്റീവായിട്ടുള്ളതാണ്. ഇതാണ് മുകളിലത്തെ സെക്കൻഡ് ബെഡ്റൂം. താഴെയും മുകളിലായിട്ട് 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് മുകളിൽ തന്നെയുള്ള മറുവശം ഒന്ന് കണ്ടു നോക്കാം. ഇത് താഴെ കിച്ചൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു സ്പേസാണ്. ഇവിടെ വാഷിങ്ങിനായിട്ടൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് തുണി കഴുകിയിടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ 2 കിച്ചണാണുള്ളത്, മെയിൻ കിച്ചനും വർക്കിംഗ് കിച്ചനും. വൈറ്റ് ആൻഡ് ഓറഞ്ച് കളറിലാണ് ഇവിടുത്തെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്. ബെസ്റ്റ് വുഡാണ് ഇവിടുത്തെ കബോർഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ്. 12x10 ആണ് ഈ കിച്ചൻ്റെ സൈസ്.
കിച്ചൻ്റെ താഴെയായിട്ട് ടൈല് വുഡിൻ്റെ വുഡ് ഫിനിഷ് വരുന്ന ടൈൽസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് കിച്ചൺ, വർക്കിംഗ് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും ഒരു വാഷ് ബേസിനും പിന്നെ കബോർഡ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്യാസും ഒക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ മുഴുവൻ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയും കുറച്ച് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മിസ് ചെയ്ത കാര്യം ഫ്രണ്ടിലെ പൂജാമുറി ആയിരുന്നു. അപ്പോൾ പൂജാമുറി ഇതാണ് ഇവിടുത്തെ പൂജാമുറി. അപ്പോൾ പൂജാമുറിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാവും. സിറ്റ് ഔട്ടിൽ തന്നെയാണ് കേട്ടോ ഈ പൂജാമുറി ചെയ്തിട്ടുള്ളത്. മണിച്ചിത്രത്താഴ് പൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഡോർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.